നടി ലെനയുടെ രണ്ടാമത്തെ പുസ്തകം പുറത്തിറങ്ങുന്നു. വിമൻ ഓപ്പോസ് എന്ന പേര് നൽകിയിരിക്കുന്ന പുസ്തകത്തിന്റെ കവർ ഗഗൻയാൻ ദൗത്യത്തലവനും ലെനയുടെ ഭർത്താവുമായ ക്യാപ്റ്റൻ പ്രശാന്ത് ബി നായർ പ്രകാശനം ചെയ്തു. DC ബുക്സാണ് പുസ്തകം പുറത്തിറക്കുന്നത്. മധ്യവയസ്സിലേക്ക് എത്തുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളെക്കുറിച്ചാണ് ലെനയുടെ പുതിയ പുസ്തകമായ വുമനോപോസ് ചർച്ച ചെയ്യുന്നത്. മെനോപോസ് എന്നതിന് പകരം ലെന തന്നെ ഉണ്ടാക്കിയ വാക്കാണ് വുമനോപോസ്. ആദ്യ പുസ്തകമായ ദൈവത്തിന്റെ ആത്മകഥ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത P. പ്രകാശ് തന്നെയാണ് പുതിയ പുസ്തകവും തർജ്ജമ ചെയ്യുന്നത്. അമ്മയ്ക്കാണ് ലെന തന്റെ പുസ്തകം സമർപ്പിക്കുന്നത്. പെരിമെനോപോസ് എന്ന് പറയുന്ന സ്ത്രീകൾ ഏകദേശം 15-20 വർഷം അവരുടെ ജീവിതത്തിന്റെ കടന്നു പോകുന്നൊരു ഘട്ടത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കുട്ടിയിൽ നിന്നും ഒരു അഡൾട്ട് ആവുന്നതിന്റെ ഇടയിലുള്ള ഒരു കാലഘട്ടം, അഡോളസൻസ്. അതേപോലെ ഒരു സ്ത്രീ നേരിടുന്ന ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിനെ ഞാൻ വിളിച്ചിരിക്കുന്നത് ഈ ബുക്കില് വിമനസെൻസ് എന്നാണ്. മെഡിക്കൽ സൈഡിലുള്ള ഇൻഫർമേഷൻ പരമാവധി ഈ ബുക്കിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആക്ച്വൽ ഡോക്ടേഴ്സ് ഇതിനെപ്പറ്റി ലെറ്റേഴ്സിലൂടെ വായനക്കാർക്ക് പറയാൻ പറ്റുന്ന എല്ലാ ഡീറ്റെയിൽസും ഇട്ടിട്ടുണ്ട്. സോ ദിസ് ബുക്ക് വിൽ ഹെൽപ്പ് വിമൻ ആൻഡ് മെൻ ഈക്വലി. ഈ പുസ്തകത്തിന് വേണ്ട എല്ലാ പ്രചോദനവും നൽകിയത് ഭർത്താവ് പ്രശാന്ത് നായർ ആണെന്നും വനിതാ ദിനത്തിൽ തന്നെ പുസ്തകം പുറത്തിറക്കണമെന്നത് അദ്ദേഹത്തിന്റെ ആശയമാണെന്നും ലെന പറഞ്ഞു. So first of all, I would say the main intent of this book is to start a conversation. That is, namki itne badi samsariya. There is nothing wrong. We should know that. So I would say Lena is not chosen by chance. She is chosen by destiny to be born in this great land of Kerala, where there is a great intellectual community, great intellectual media to spread this message, so that we can have the right conversation on this very important topic. ദൈവത്തിന്റെ ആത്മകഥ എന്ന ലെനയുടെ ആദ്യ പുസ്തകത്തിന്റെ 13ാം എഡിഷനാണ് ഇപ്പോൾ വിപണിയിലുള്ളത്. പുതിയ പുസ്തകം ജൂണിൽ പുറത്തിറങ്ങും. പുസ്തകത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി.